റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന കേരളത്തിലെ 3 ജില്ലകളിൽ ഒരു ജില്ലയാണ് വയനാട്. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് റെഡ് അലേർട്ട് നിലനിൽക്കുന്നത്. വയനാട്ടിലുണ്ടായ സംഭവം സുർജിത്ത് അയ്യപ്പത്ത് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. സുർജിത്ത്, ചൂരൽമലയിലെ ബെയിലി പാലം താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ വലിയ പ്രതിഷേധം നാട്ടുകാരുടേതുണ്ടായിരുന്നു. ചൂരൽമലയുടെ ആ ബെയിലി പാലത്തിൻ്റെ താഴെ അവിടെ മണ്ണൊലിപ്പുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ അതിൻ്റെ ഭിത്തിയിൽ ഇടിവ് തട്ടിയിട്ടുണ്ട്. മാത്രമല്ല അട്ടമല, മുണ്ടക്കൈ എന്നിവിടങ്ങളിലെ തോട്ടം തൊഴിലാളികൾക്ക് ഇപ്പോൾ അവിടേക്ക് പ്രവേശനമില്ല. അവരേക്ക് ആരെയും കടത്തിവിടുന്നില്ല എന്നും അറിയുന്നു. 2 കാര്യങ്ങളാണ് അറിയാനുള്ളത്. ഒന്ന്, ഈ പടവെട്ടിക്കുന്നിൽ ഇന്ന് ജനങ്ങളുടെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നല്ലോ. കാരണം അവരുടെ പുനരധിവസിപ്പിക്കാതെ അവിടെ റോഡ് നിർമ്മാണം അനുവദിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ചൂരൽമല, മുണ്ടക്കയുടെ ഇപ്പോഴത്തെ സാഹചര്യം, അതോടൊപ്പം തന്നെ ചൂരൽമലയിൽ ഇന്നലെ പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുത്ത നടപടി, എന്താണ് വയനാട്ടിൽ സംഭവിക്കുന്നത് സുർജിത്ത്? GK, കഴിഞ്ഞ ദിവസം ശക്തമായ മഴയാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് ചൂരൽമല പുന്നപ്പുഴയിൽ നീരൊഴുക്ക് വർദ്ധിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതേ തുടർന്നാണ് ഈ ബെയിലി പാലത്തിൻ്റെ സംരക്ഷണ ഭിത്തി 3 ഭാഗത്ത് വിള്ളലുണ്ടായത്. അതോടൊപ്പം തന്നെ ഈ ബെയിലി പാലം ഉറപ്പിക്കാനുള്ള ഗാബിയോൺ ഭിത്തിയാണിത്. അതിൻ്റെ താഴെ ഉണ്ടായിരുന്ന കല്ലും ഒപ്പം തന്നെ കുറ്റൻപാറകളും മണ്ണുമെല്ലാം തന്നെ ഒലിച്ചുപോയ നിലയിലായിരുന്നു ഇന്ന് രാവിലെ ഉണ്ടായിരുന്നത്. ഉടൻ തന്നെ വാർത്ത നൽകി. ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ തന്നെ നടപടികൾ തുടങ്ങി. അതായത് ഇത് ഭിത്തി ഉറപ്പിക്കാനുള്ള നടപടിയിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് PWD വകുപ്പും ഒപ്പം തന്നെ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. അതെല്ലാം തന്നെ പൂർത്തിയാക്കാൻ വേണ്ടി ആ നടപടിയെല്ലാം തന്നെ വേഗത്തിൽ നടപടി എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇടവിട്ട് ശക്തമായ മഴയാണ് ഇപ്പോൾ വയനാട്ടിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നിലവിലെ ഈ സാഹചര്യത്തിൽ പലയിടങ്ങളിലും കനത്ത മഴയുണ്ട്. പടവെട്ടിക്കുന്നിൽ നിന്നുണ്ടായത് കഴിഞ്ഞ ദിവസത്തെ ആ മഴയിൽ പടവെട്ടിക്കുന്നിലേക്കുള്ള ആ പാത പൂർണ്ണമായും ഒലിച്ച് ഇറങ്ങുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതേ തുടർന്ന് ആ മേഖലയിലേക്കുള്ള റോഡ് ഇന്ന് രാവിലെ തന്നെ ഒരു ശരിയാക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. അതല്ല വേണ്ടത്. 27 കുടുംബങ്ങൾ മാറി താമസിക്കാൻ അവർക്ക് സ്ഥിരമായ ഒരു തരത്തിലുള്ള സംവിധാനം, അതായത് ഈ ടൗൺഷിപ്പിൻ്റെ ഭാഗമാക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നിർമ്മാണ പ്രവൃത്തികൾ തടയാൻ വേണ്ടി ഈ നാട്ടുകാർ ഉൾപ്പെടെ തയ്യാറായത്. എന്തായാലും വലിയ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് താൽക്കാലികമായി അവിടെ നിന്നുള്ള നിർമ്മാണ പ്രവൃത്തികൾ അത് നിർത്തി വെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. SP-യുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്ത് എത്തിയിരുന്നു. മാത്രമല്ല മുണ്ടക്കൈയിലേക്ക് നിലവിൽ പ്രവേശിക്കുന്ന വേലിപ്പാലം അടച്ചിട്ടിരിക്കുകയാണ്. നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായാണ് ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ തോട്ടത്തിലേക്കടക്കം പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല പല ടൂറിസം മേഖലയുണ്ട്. ദുരന്ത സാധ്യത ടൂറിസം മേഖലകളെല്ലാം തന്നെ അടച്ച് ഇടാനുള്ള നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. നാളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാണാസുര സാഗർ അണക്കെട്ടിൻ്റെ ഷട്ടർ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇതിൻ്റെ സ്പിൽവേ ഷട്ടർ നാളെ രാവിലെ 10 മണിക്കാണ് ഉയർത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. സെക്കൻഡിൽ 50 ക്യൂബിക് അടി വെള്ളം ഘട്ടം ഘട്ടമായി പുഴയിലേക്ക് ഒഴുക്കിവിടാനുള്ള ശ്രമമാണുള്ളത്. ഈ പുഴയുടെ തീരത്തുള്ളവർ, കബനി അടക്കമുള്ള പുഴയുടെ തീരത്തുള്ളവരെല്ലാം തന്നെ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ചില നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വെള്ളമുണ്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പുളിഞ്ഞാൽ ഭാഗത്ത് ഒരു റോഡിൽ ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുന്ന നടപടി തുടങ്ങിയിട്ടുണ്ട്. അതായത് മാനന്തവാടി താലൂക്കിലെ പെരിഞ്ചേരി മല അംഗൻവാടിയിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിൽ 21 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. 21 ആളുകളെ മാറ്റിപ്പാർപ്പിച്ച് 7 കുടുംബങ്ങളിൽ നിന്നായുള്ള ആളുകളെയാണ് ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പുഴങ്കുനി ബത്തേരിയിലെ കല്ലൂർ പുഴ കരകവിഞ്ഞു. അതേ തുടർന്ന് പുഴങ്കുനി ഉന്നതിയിലെ ആളുകളെ മാറ്റി താമസിപ്പിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. താഴ്ന്ന മേഖലയിൽ പ്രത്യേകിച്ച് കനത്ത മഴയുണ്ടായിട്ടുള്ളത് ലക്കിടി, ബാണാസുരയുടെ ഭാഗമായിട്ടുള്ള പടിഞ്ഞാറത്തറ, അതോടൊപ്പം തന്നെ വെള്ളമുണ്ടയുടെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങൾ, പുളിഞ്ഞാലടക്കമുള്ള പ്രദേശങ്ങൾ, അതോടൊപ്പം തവിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകൾ, അങ്ങനെ ആണ് മഴയുടെ തോത് ഉയർന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ചൂരൽമലയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധിച്ച നാട്ടുകാർക്കെതിരെ ഇപ്പോൾ മേപ്പാടി പോലീസ് കേസെടുത്തിട്ടുണ്ടെന്ന വിവരം നേരത്തെ വന്നിരുന്നു. അതിൽ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം അവരുടെ പുനരധിവാസം ശരിയായ രീതിയിൽ നടപ്പാക്കിയില്ല, അതിൽ പാളിച്ചകളുണ്ട് എന്നതായിരുന്നു നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. മറ്റൊന്ന്, ഇവർക്ക് വേണ്ടിയുള്ള സുരക്ഷിത മേഖലകൾ കണ്ടെത്തിയപ്പോൾ അതിൽ ശാസ്ത്രീയമായിട്ടല്ല ആ ഇടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ആ നാട്ടിലെ ജനങ്ങൾ പ്രതിഷേധിച്ചത്. വേണ്ടതൊന്നും സർക്കാർ ചെയ്തില്ല. ധാരാളം പൈസ സർക്കാരിൻ്റെ ഖജനാവിലെത്തി. വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ വേണ്ടിയുള്ള പല ഇടങ്ങളിൽ നിന്നുള്ള പണമൊക്കെ എത്തിയിട്ടും വേണ്ട രീതിയിൽ ഒന്നും ചെയ്തില്ല എന്ന ആക്ഷേപമായിരുന്നു ഇന്നലെ നാട്ടുകാർ പ്രധാനമായും ഉയർത്തിയത്. അങ്ങനെ അവർക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. മേപ്പാടി പോലീസ് കേസെടുത്തു എന്നാണ് അറിയുന്നത്. അതിൽ വില്ലേജ് ഓഫീസറെ കയ്യേറ്റം ചെയ്തു, വാഹനങ്ങൾ ആക്രമിച്ചു എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നതെന്ന് അറിയുന്നു. എന്താണ് ഈ കേസിന്റെ വിശദാംശങ്ങൾ?
ഇന്നലെയാണ് കനത്ത പ്രതിഷേധം രൂപപ്പെട്ടത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ആ മേഖലയിൽ ഈ 3 വാർഡുകളിലെയും, അതായത് 10, 11, 12 വാർഡുകൾ, അത് ദുരന്തബാധിത മേഖലകൾ തന്നെയാണ്. ആ മേഖലയിലുള്ള ആളുകൾക്കെല്ലാം തന്നെ ആശ്വാസധനം, അതായത് ദൈനംദിനം സർക്കാർ നൽകുന്ന 300 രൂപയും ഒപ്പം ഈ വീട്ടുവാടക ഉൾപ്പെടെ നൽകണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഉന്നയിക്കപ്പെട്ടത്. ആ ആവശ്യങ്ങൾ നിറവേറ്റണം എന്നുള്ള ആ ഒരു ആവശ്യമാണ്, ആ ഒരു വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ശക്തമായ സമരം ആണ് ഇന്നലെ നടന്നത്. ഇതിനിടയിലാണ് വില്ലേജ് ഓഫീസർ എത്തിയത്. വില്ലേജ് ഓഫീസർ എത്തിയ മുറയ്ക്ക് അദ്ദേഹത്തിന് നേരെ ആക്രമണം ഉണ്ടായി എന്നുള്ള തരത്തിലുള്ള പരാതിയാണ് പോലീസിന് നൽകിയത്. മാത്രമല്ല വാഹനത്തിന് കേടുപാടുകൾ വരുത്തി എന്നുള്ള പരാതിയും നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചൂരൽമല സ്വദേശികളായിട്ടുള്ള 6 പേർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിൽ മർദ്ദനം, അതോടൊപ്പം തടഞ്ഞുവെക്കൽ, വാഹനം ആക്രമിക്കൽ ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ അനുസരിച്ചാണ് കേസ് എടുത്തിട്ടുള്ളത്. ഇതിൽ യൂത്ത് ലീഗിൻ്റെ നേതാവ് അടക്കമുള്ള ആളുകൾക്കെതിരെ കേസുണ്ട്. ആ കേസിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് മേപ്പാടിയിൽ പ്രതിഷേധ പരിപാടി നടന്നത്. ഇത് വ്യാജ കേസാണ്, ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇന്ന് ഉടലെടുത്തത്. ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം. ഇന്ന് വൈകിട്ട് കനത്ത മഴയെ അവഗണിച്ചു പോലും നാട്ടുകാരും ജനപ്രതിനിധികളും അടക്കമുള്ള ആളുകൾ ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി എത്തിയിരുന്നു. എന്തായാലും കേസെടുക്കുന്ന നടപടി മേപ്പാടി പോലീസ് നടത്തിയിട്ടുള്ളത് കൃത്യമായ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. ആക്രമണം നേരിട്ടു വില്ലേജ് ഓഫീസർക്ക് എന്നുള്ളതാണ് പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ്. എനിക്ക് തോന്നുന്നു വയനാട് ജില്ലയിൽ ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല ജില്ലാ കളക്ടർ എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായും ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല. റെഡ് അലേർട്ട് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഒരുപക്ഷെ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. റെഡ് അലേർട്ട് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ചില മേഖലകളൊക്കെ വെള്ളക്കെട്ടിലായിട്ടുണ്ട്. പനമരത്തിൻ്റെ മേഖലകൾ, അതോടൊപ്പം തന്നെ ഇവിടെ തൊട്ടടുത്തുള്ള പ്രദേശം ആയിട്ടുള്ള ഈ കൽപ്പറ്റയുടെ ഭാഗമായിട്ടുള്ള മണിയങ്കോട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കമ്പളക്കാട്ടേക്ക് പോകുന്ന റോഡൊക്കെ വെള്ളക്കെട്ടിൽ ഇതിനകം തന്നെ ആയിട്ടുണ്ട്. മഴ ഇടവിട്ട് തുടരുന്നുണ്ട്. ഇന്ന് രാത്രിയിലെ സാഹചര്യം കൂടി കണക്കിലെടുത്താകും ഇനി ഒരുപക്ഷെ അവധി പ്രഖ്യാപനത്തിലേക്ക് ശരി. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വയനാട് റെഡ് അലേർട്ടിന്റെ പരിധിയിൽ വരുന്ന ജില്ലയാണ്, മലയോര മേഖലയാണ്, കൂടുതൽ ജാഗ്രത ആവശ്യമായ ഇടമാണ്, ഉരുൾപൊട്ടൽ സാധ്യത മേഖലകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതൽ ജാഗ്രതയോടുകൂടി നിൽക്കേണ്ട ഇടമാണ്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതിൽ ഇപ്പോൾ വയനാട് ജില്ലയിൽ കൂടിയാണ് ഇനി ഒരു അവധി പ്രഖ്യാപിക്കാനുള്ളത്. ജില്ലാ കളക്ടർ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ അവധി പ്രഖ്യാപിച്ചേക്കും എന്ന് കരുതാം.